കോതമംഗലം സെയിന്റ് ജോർജ് സ്കൂളിലെ പ്രണവ് കെ.എസും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിലെ ജിസ്ന മാത്യുവും 59ാമത് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിലെ വേഗതയേറിയ താരങ്ങളായി. ജൂനിയർ വിഭാഗത്തിൽ പറളി സ്കൂളിലെ അമൽ ടി.പിയും നാട്ടിക ഫിഷറീസിലെ അഞ്ജലി പി.ഡിയും സ്പ്രിന്റ് ചാമ്പ്യന്മാരായപ്പോൾ കൊല്ലം സായി കേന്ദ്രത്തിലെ അലൻ ചാർലിയും മേഴ്സിക്കുട്ടൻ അക്കാദമിയിലെ ഗൗരി നന്ദനയും സബ് ജൂനിയർ വേഗപ്പൗരുകാരായി. അതിവേഗതയുടെ കൗമാരക്കുതിപ്പിൽ വാശിയും വീറും ട്രാക്കിൽ തീപ്പൊരി പടർത്തിയപ്പോൾ മലപ്പുറം ഐഡിയൽ സ്കൂളിന്റെ അശ്വിൻ സണിയെ പിന്തള്ളിയാണ് കോതമംഗലം സെന്റ് ജോർജിന്റെ പ്രണവ് കെ.എസ് വേഗരാജകുമാരനായത്. 100 മീറ്റർ വരെ പ്രണവ് കടന്നത് 10.84 സെക്കൻഡിൽ. പ്രാക്ടീസും എൻട്രൻസും കണ്ടു കഴിഞ്ഞപ്പോൾ 100ഉം 400ഉം ഇട്ട് വരുമായിരുന്നു. പിന്നീട് ചെയ്തൊരു ഈവൻ്റ് ആയിട്ടായിരുന്നു 100 ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 200 വന്നു. അതുപോലെ ഈ കൊല്ലത്ത് തന്നെ സാറിട്ടായിരുന്നു ഇവൻ്റ് ആയിരുന്നു 400. അതിന് സെക്കൻഡ് വന്നു ഈ കൊല്ലം സ്റ്റേറ്റിൽ. എനിക്ക് സാറിനോട് മാത്രം നന്ദി പറയാനുള്ളൂ. ഉഷ സ്കൂളിന്റെ പോരാട്ടമായിരുന്നു സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ. ഷഹർബാന സിദ്ദിഖിനെ വലിയ വ്യത്യാസത്തിൽ മറികടന്ന ജിസ്ന മാത്യു 12.08 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തപ്പോൾ 8 വർഷം മുമ്പത്തെ റെക്കോർഡ് പഴങ്കഥയായി. ഞാൻ കോൺഫിഡൻസിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ. സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നു. പാലക്കാട് പറളി സ്കൂളിലെ അമൽ ടി.പി ജൂനിയർ ആൺകുട്ടികളിലെ വേഗക്കാരനായി. മലപ്പുറത്തിന്റെ ഫാത്തിമ പി.പിയെ ഇഞ്ചോടിഞ്ച് പോരിലാണ് നാട്ടിക ഫിഷറി സ്കൂളിലെ അഞ്ജലി പി.ഡി പിന്തള്ളിയത്. സബ് ജൂനിയർ തലത്തിൽ കൊല്ലം സായി കേന്ദ്രത്തിലെ അലൻ ചാർലി ശാരീരിക അസ്വാസ്ഥ്യങ്ങളെ കൂടിയാണ് തോൽപ്പിച്ചത്. സബ് ജൂനിയർ പെൺകുട്ടികളിൽ മേഴ്സിക്കുട്ടൻ അക്കാദമിയിലെ ഗൗരി നന്ദനയും സ്വർണ്ണമണിഞ്ഞു. ക്യാമറമാൻമാരായ പ്രദീപ് കുമ്പിടിക്കും മനു റോയ്ക്കുമൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, ടീം റിപ്പോർട്ടർ.